ഐഡിയേഴ്സ് നമ്മളെല്ലാവരും തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അല്ലേ. അപ്പം നമുക്ക് ദൈവത്തോടൊരു ഗ്രാറ്റിറ്റ്യൂഡുണ്ട്, ഈ പ്രകൃതിയോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡുണ്ട്. അത് നമ്മുടെ വായിലൂടെ തന്നെ നമ്മളത് പറയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ആവർത്തിച്ച് ദൈവത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നുള്ളതാണ്. അത് രാവിലെ നമ്മൾ എഴുന്നേറ്റു, അപ്പോൾ നമ്മൾ കേൾക്കുന്നൊരു നല്ല സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പോൾ നമ്മൾ അതിന് ദൈവത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് അല്ലേ. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ എക്സാം പാസ്സായ വിവരം, അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു, ഇതൊക്കെ വളരെ സന്തോഷം തരുന്ന ഒന്നാണ്. എന്തിനേറെ പറയുന്നു, ഒരു കപ്പ് കോഫി നമ്മൾ കുടിക്കുകയാണെങ്കിൽ പോലും നമ്മൾക്ക് ദൈവത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാവുന്നതാണ് അല്ലേ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഈ യൂണിവേഴ്സും ഗോഡും വിചാരിക്കുന്നത് നമ്മൾ വളരെയധികം നന്ദിയുള്ളവരാണ്. നമ്മൾക്ക് എന്ത് തന്നാലും നമ്മൾ അതിന് നന്ദിയുള്ളവരായിരിക്കും അല്ലേ. ഇങ്ങനെ ഗോഡ് യൂണിവേഴ്സ് ചിന്തിക്കുമ്പോൾ തന്നെ ഒരുപാട് ബ്ലെസ്സിങ്സ് അവർ നമുക്ക് തരാനായിട്ട് തുടങ്ങും. അതിലവർക്ക് സന്തോഷമേ ഉള്ളൂ അല്ലേ. കാരണം നമ്മൾ അവരോട് വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ദൈവമേ, ഇന്നത്തെ നല്ലൊരു ദിവസം എനിക്ക് തന്നതിന് നന്ദി ദൈവമേ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം കൂടി മനോഹരമായ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞതിന് നന്ദി ദൈവമേ അല്ലേ. അല്ലെങ്കിൽ ഇന്നൊരു യാത്ര എനിക്ക് സംഘടിപ്പിച്ച് തന്നതിൽ നന്ദി ദൈവമേ, ഇന്നത്തെ ഒരു യാത്രയ്ക്ക് വേണ്ട സൗകര്യം ഒരുക്കി തന്നതിന് നന്ദി ദൈവമേ. ഇങ്ങനെ നമ്മളിങ്ങനെ ഒരുപാട് നന്ദി ദൈവത്തോട്, ഈ പ്രകൃതിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡെല്ലാം തന്നെ നമ്മൾക്ക് ചുറ്റും ഇങ്ങനെ വലയം പ്രാപിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത് ഈ പ്രകൃതിയും ഈശ്വരനും കേൾക്കുന്നുണ്ട് ഇതിനെപ്പറ്റി അല്ലേ. നമ്മൾ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വിചാരിക്കും ഇവരെ അനുഗ്രഹം കൊണ്ടങ്ങോട്ട് നിറച്ചേക്കാമെന്നുള്ളത്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് അല്ലേ. അതായത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി, ഒരു കിണർ കുഴിക്കുന്നിടത്ത് വെള്ളം കണ്ടില്ലെങ്കിൽ വീണ്ടും അവിടെ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അത് നമ്മളെല്ലാവരും മിക്കവരും ചെയ്യുന്ന കാര്യമാണ്. ഇതേപോലെ ഒരു കാര്യം ചെയ്തിട്ട് അവിടെ നമുക്ക് സക്സസ് കിട്ടുന്നില്ല എങ്കിൽ ഉടനെ തന്നെ വേറെ കാര്യങ്ങളിലേക്ക് ചാടി പുറപ്പെടുക. അങ്ങനെയും നമ്മൾ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ അവിടെ തന്നെ ആ കിണർ കുഴിച്ച് വെള്ളം കാണുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം മനുഷ്യന് വേണ്ട കാരണങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ്, അതായത് ഗ്രാറ്റിറ്റ്യൂഡിനോടൊപ്പം സെൽഫ് കോൺഫിഡൻസിനോടൊപ്പം നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. ഏതാണെന്നറിയാമോ? എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളെയും കൂടി ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവം, ഇത് ടേക്ക് കെയർ ചെയ്യുക. നമ്മളെ ആളുകൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് യൂണിവേഴ്സ് നമ്മളെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമ്മൾക്കും തിരിച്ച് അവർക്ക് ടേക്ക് കെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് അവിടെ വരികയാണ്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ യൂണിവേഴ്സ് വിചാരിക്കുന്നത് നമ്മളെയും സഹായിച്ചേക്കാം എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബേണിംഗ് ഡിസയറാണ്, കത്തുന്ന തീവ്രമായിട്ടുള്ള ആഗ്രഹം. എന്ത് കാര്യങ്ങളും നേടിയെടുക്കണമെങ്കിൽ നമുക്ക് കത്തുന്ന അതിതീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്ക് വേണം അതിനോടെന്നുള്ളതാണ്. കാരണം ഈ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് കഴിയുകയുള്ളൂ. ചിലപ്പോൾ ഈ ആഗ്രഹം നടക്കാനായിട്ട് എന്തെങ്കിലും ചില തടസ്സങ്ങളൊക്കെ നമുക്ക് വന്നെന്ന് വരും. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയുക, യെസ് ഐ ക്യാൻ അല്ലേ, യെസ് എനിക്കത് കഴിയും, ഞാനത് നേടിയെടുക്കും, യെസ് ഐ ക്യാൻ എന്ന് പറയുക. അതുപോലെ ഈ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നമ്മൾ നല്ലൊരു വ്യക്തിയാണോ എന്ന് നമ്മുടെ മനസ്സിൽ, നമുക്കതിന് എലിജിബിൾ ആണോ, നമുക്കതിന് യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പറയുക, ഐ ആം ദി ബെസ്റ്റ്, യെസ് ഐ ആം ദി ബെസ്റ്റ് അല്ലേ, ഞാൻ നല്ല ബെസ്റ്റാണ് അല്ലേ, എനിക്കതിന് യോഗ്യതയുണ്ട് അല്ലേ, ഐ ആം എലിജിബിൾ ഫോർ ഇറ്റ്, ഐ ആം ദി ബെസ്റ്റ് അല്ലേ, യെസ് ഐ ക്യാൻ, ഞാനത് നേടിയെടുക്കും എന്ന് ആവർത്തിച്ച് പറയുകയാണ് എങ്കിലും നമ്മുടെ മനസ്സ് അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മളുടെ ബ്രെയിനിലേക്ക് അത് ചെന്നിട്ട് അവിടെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട് അല്ലേ. അത് ഈ ചിന്താഗതികൾ അവിടെ അത് സ്റ്റോർ ചെയ്യുകയും നമ്മളുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മഹത്വത്തെപ്പറ്റിയും സെൽഫ് കോൺഫിഡൻസിൻ്റെ മഹത്വത്തെപ്പറ്റിയും ബേണിംഗ് ഡിസയറിനെ പറ്റിയും അല്ലേ, ഇതൊക്കെയാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നി എന്നുള്ള കമൻറ്റ് നിങ്ങൾ താഴെ എഴുതുക, ടെസ്റ്റ് ചെയ്യുക. അതോടൊപ്പം ഏതെങ്കിലും 2 ഫ്രണ്ട്സിന് നിങ്ങൾ ഈ വീഡിയോ സെൻഡ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.